അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനു മുമ്പ് കേരള രാഷ്ട്രീയത്തിൽ വലിയ വിസ്മയങ്ങൾ സംഭവിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് സതീശൻ പ്രഖ്യാപിച്ചപ്പോൾ പലരും നെറ്റിചുളിച്ചു. എന്നാൽ ഇപ്പോൾ ആ വിസ്മയങ്ങളുടെ ചുരുളഴിയുമ്പോൾ അത് കോൺഗ്രസിന് ഗുണമാകുമോ അതോ തിരിച്ചടിയാകുമോ എന്ന ചർച്ചകൾ സജീവമാവുകയാണ്. ഇടതുമുന്നണി വിട്ട് പ്രമുഖ കക്ഷികളും നേതാക്കളും യുഡിഎഫിലേക്ക് വരുമെന്നായിരുന്നു സതീശന്റെ അവകാശവാദം. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ അദ്ദേഹം ലക്ഷ്യം വെച്ചെങ്കിലും അതൊന്നും ഇതുവരെ സംഭവിച്ചില്ല. എങ്കിലും സാംസ്കാരിക രംഗത്തെ ചില മാറ്റങ്ങൾ സതീശനെ സന്തോഷിപ്പിക്കുന്നുണ്ട്. കവി സച്ചിദാനന്ദൻ, സാറാ ജോസഫ്, നീലകണ്ഠൻ തുടങ്ങിയ സഹയാത്രികർ ഇടതുവിരുദ്ധ നിലപാട് പരസ്യമാക്കിയത് താൻ പറഞ്ഞ വിസ്മയം തുടങ്ങി എന്നു പറയാൻ സതീശന് ധൈര്യം നൽകി. പാർട്ടിയിലെ അസ്വാരസ്യങ്ങളും നേതാക്കളുടെ കാര്യമെടുത്താൽ സിപിഎമ്മുമായി അകന്നുനിന്ന ഐഷ പോറ്റിയുടെ കൂടുമാറ്റമാണ് പ്രധാന വിസ്മയമായി സതീശൻ ഉയർത്തിക്കാട്ടുന്നത്. എന്നാൽ ഇതിനു പിന്നിൽ മറ്റൊരു വശമുണ്ടെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു. പദവികൾക്കും സ്ഥാനമാനങ്ങൾക്കും വേണ്ടിയുള്ള തർക്കമാണ് അവരെ കോൺഗ്രസ് പാളയത്തിൽ എത്തിച്ചത്. കൊട്ടാരക്കര സീറ്റ് വാഗ്ദാനം ചെയ്താണ് സതീശൻ അവരെ സ്വീകരിച്ചത്. പാലക്കാട്ടെ സമവാക്യങ്ങൾ. മറ്റൊരു പ്രധാന പേര് പി.കെ. ശശിയുടേതാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിന് പകരക്കാരനായി ശശിയെ പാർട്ടിയിലെടുക്കുന്നത് ഉചിതമായ തീരുമാനമാണെന്ന് സതീശൻ കരുതുമ്പോഴും സാധാരണ കോൺഗ്രസ് പ്രവർത്തകർ വലിയ പ്രതിസന്ധിയിലാണ്. ഇന്നലെ വരെ തങ്ങൾ പീഡകനെന്ന് മുദ്രകുത്തി വിമർശിച്ച ഒരാളെ പെട്ടെന്ന് ഗാന്ധിയനും പുണ്യാളനുമായി ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കേണ്ടിവരുന്ന ഗതികേടിലാണ് അണികൾ. ബിജെപിയിലേക്കുള്ള ഒഴുക്ക് ഇവിടെയാണ് കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. പുറത്തുനിന്ന് വരുന്നവർക്കു വേണ്ടി സീറ്റുകൾ മാറ്റിവെക്കുമ്പോൾ വർഷങ്ങളായി പാർട്ടിക്കായി ചോരനീരൊഴുക്കിയ വെള്ളംകോരികളും വിറകുവെട്ടികളുമായ പ്രവർത്തകർ തഴയപ്പെടുന്നു. കൊട്ടാരക്കരയിൽ സംഭവിച്ചത് ഐഷ പോറ്റിക്ക് സീറ്റ് ഉറപ്പായതോടെ കഴിഞ്ഞ തവണ മത്സരിച്ച മഹിളാ കോൺഗ്രസ് നേതാവ് രശ്മി ബിജെപിയിലേക്ക് ചേക്കേറിക്കഴിഞ്ഞു. വരും തെരഞ്ഞെടുപ്പിൽ രശ്മിയാകും കൊട്ടാരക്കരയിലെ എൻ.ഡി.എ സ്ഥാനാർത്ഥി. പാലക്കാട്ടെ അവസ്ഥ ഇതേ സാഹചര്യം തന്നെയാകും പാലക്കാടും സംഭവിക്കുക. പി.കെ. ശശിക്ക് സീറ്റ് നൽകുമ്പോൾ സ്ഥാനാർത്ഥിത്വം മോഹിച്ച കോൺഗ്രസുകാർ ബിജെപിയിലേക്ക് കൂടുമാറാൻ തയ്യാറെടുക്കും. ചുരുക്കത്തിൽ മറ്റു പാർട്ടികളിൽ നിന്ന് നേതാക്കളെ അടർത്തിയെടുത്ത് വിസ്മയം കാണിക്കാൻ ശ്രമിക്കുമ്പോൾ സ്വന്തം പാർട്ടിയിലെ നിരാശരായ നേതാക്കൾ ബിജെപിയിലേക്ക് ഒഴുകുകയാണ്. രശ്മി ആ ഒഴുക്കിന്റെ ഒരു തുടക്കം മാത്രമാണ്. വരും നാളുകളിൽ ഈ ഒഴുക്ക് ശക്തമായാൽ സതീശന്റെ വിസ്മയങ്ങൾ കോൺഗ്രസിന്റെ അന്തകനായി മാറുമോ എന്ന് കണ്ടറിയണം.